ഉള്ളിവട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ഇടണം. അതെല്ലാം കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരിതൾ വേപ്പില. ഇത് മൂന്നും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ടീസ്പൂൺ വെച്ചിട്ടായാലും ചെയ്യാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം. ഈ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണ്. ആ സമയത്ത് ഇത് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു പിടി കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ അമർത്തി നോക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇത് സവാളയൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നീട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് സമയം എടുത്തതൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ എനിക്കിതിൽ പൊടിയുടെ അളവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി കടലമാവ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ മൊത്തം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കടലമാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉള്ളിവടയ്ക്ക് കിട്ടേണ്ടത്. ഇതുപോലെ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കയ്യിലൊരു ഉണ്ട പോലെ ആക്കിയെടുക്കാൻ പറ്റണം. അതാണ് ഈ ഒരു ഉള്ളിവടയുടെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ കയ്യിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റണം. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉള്ളിവടകൾ ഉണ്ടാക്കിയെടുക്കാം. ചെറുതുണ്ടാക്കായിരിക്കും ഏറ്റവും നല്ലത്. വലിയ വലിയ വടകളാകുമ്പോൾ അത് ഫ്രൈ ആയി വരും, ചിലപ്പോൾ ഉള്ളിൽ വേവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇതായി കിട്ടും കേട്ടോ. ഒരു സൈഡൊക്കെ 2 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. ഇതേപോലെ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വശം മറിച്ചിട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിവടയൊക്കെ ചെറിയ ഗോൾഡൻ ഷെയ്ഡായി വരുന്നുണ്ട്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം മീഡിയമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വേവില്ല. അതുകൊണ്ട് കുറച്ചൊരു സമയം എടുക്കും. ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒരു ഉള്ളിവടയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സെറ്റ് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട് ഫസ്റ്റ് ഇട്ടതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ 2 എണ്ണം ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഈ 3 സവാള കൊണ്ട് 12 കുഞ്ഞു കുഞ്ഞു ഉള്ളിവടകളാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. സോ ടിൽ ദെൻ ബൈ.